ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് ആദരണീയനായ CA റഷീദ് അവർകൾ, മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ, മുസ്ലിം ലീഗിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി, ഉജ്ജ്വല പ്രാസംഗികനും കൂടിയായ അഡ്വക്കേറ്റ് ഗസാലി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറിയും ചാവക്കാട് നഗരസഭയുടെ തെരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുകയും ചെയ്യുന്ന ഹംസക്കുട്ടി, DCC മെമ്പർ തെക്കുംപുറം നൌഷാദ്, HM നൌഫല്, അഡ്വക്കേറ്റ് തേർലി അശോകൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ, നമ്മുടെ ന്യൂനപക്ഷ കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി KH ഷാവുൽ ഹമീദ്, കൗൺസിലർമാരായ ബ്രിജിത പ്രദീപ്, തനൂജ ഉൾപ്പെടെയുള്ള PM നാസർ ഉൾപ്പെടെയുള്ള ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നത്. ചാവക്കാട് മുനിസിപ്പൽ കൺവെൻഷൻ കഴിഞ്ഞ ദിവസം 3-ാം തീയതി ചാവക്കാട് വ്യാപാരി ഭവനിൽ വെച്ച് ചേർന്നിരുന്നു. എന്നാൽ തിരുവത്രയിലെ ആകസ്മികമായ മജീദ് ഖായുടെ മരണം മൂലം ആ കൺവെൻഷനിൽ ഈ പ്രദേശത്തുള്ള ആളുകൾക്കൊന്നും പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അന്ന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൂടി തീരുമാനിച്ചതാണ് ചാവക്കാട് ഈസ്റ്റിലും വെസ്റ്റിലും 2 കൺവെൻഷൻ സംഘടിപ്പിക്കണമെന്നുള്ളത്. ഇന്ന് രാവിലെ HM നൌഫൽ എന്നോട് ചോദിച്ചത് എത്ര കസേര ഏൽപ്പിക്കണമെന്നാണ്. നൌഫലിനോട് ഞാൻ പറഞ്ഞു 250 കസേര ഏൽപ്പിച്ചാൽ മതിയെന്ന് പറഞ്ഞു. കൊണ്ടുവന്ന 250 കസേരയും നിറഞ്ഞ് 75-ലധികം 100ഓളം വരുന്ന ആളുകൾ നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കൺവെൻഷൻ വിജയിച്ചിരിക്കുകയാണ്. ഈ വിജയം CH റഷീദിന്റെ വിജയത്തിന്റെ ആദ്യ സൂചനയാണെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ പറയാൻ ഗസാലിയെ പോലെയുള്ള നേതാക്കൾ വേദിയിലുണ്ട്. അതുകൊണ്ട് അതിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനിവിടെ കഴിഞ്ഞ 1-2 ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ ഒരു അപവാദ പ്രചരണം വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വാട്സപ്പിലൂടെ അത് ആളുകളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത്. 2006-ൽ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ താല്പര്യമുള്ള നമ്മുടെ നാട്ടുകാരനായ KP വത്സലൻ അകലാട് വെച്ച് കൊല ചെയ്യപ്പെട്ടു. ആ കൊലപാതക കേസ് ആദ്യത്തെ ദിവസം, കൊല കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ ദിവസം CH റഷീദിന്റെ പേരിൽ ആരോപണമില്ല. എന്നാൽ പിറ്റേ ദിവസം അന്ന് ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിരുന്ന കണ്ണൂരിലെ CPM-ന്റെ നേതാവ് EP ജയരാജനാണ് ഈ കൊലപാതകം CH റഷീദിന്റെ ഗൂഢാലോചന മൂലം ഉണ്ടായതാണ്, തെരഞ്ഞെടുപ്പിലെ പരാജയ ഭീതി മൂലം നടത്തിയ കൊലപാതകമാണെന്ന് ആദ്യം പറഞ്ഞത്. എന്നാൽ ആ കൊലപാതക കേസിലെ FIR-ൽ എവിടെയും CH റഷീദിന്റെ ഒരു പേര് പോലും പരാമർശിക്കപ്പെട്ടിട്ടില്ല. ആ കൊലപാതക കേസിന്റെ കുറ്റപത്രം അന്വേഷണം പൂർത്തിയാക്കി അതിന്റെ കുറ്റപത്രം കൊടുക്കുമ്പോൾ പോലും CH റഷീദിന്റെ ഒരു പേര് പോലും ആ കുറ്റപത്രത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടില്ല. തുടർച്ചയായി 10 തവണ അധികാരത്തിൽ വന്ന, അതല്ലെങ്കിൽ 2006-ലെ ആ കൊലപാതകത്തിന് ശേഷം അധികാരത്തിൽ വന്ന അച്യുതാനന്ദന്റെ ഗവൺമെന്റ് പോലും ഒരു പുനരന്വേഷണം നടത്തി CH റഷീദിന് ഇതിൽ പങ്കുണ്ട് എന്ന് പോലും പറഞ്ഞിട്ടില്ല. അതിനുശേഷം 2016 തൊട്ട് 2026 വരെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റ് പോലും ഈ KP വത്സലന്റെ കൊലപാതകത്തിൽ പോലും ഒരു പുനരന്വേഷണം നടത്താൻ തയ്യാറായിട്ടില്ല. എന്നിട്ടാണ് ഇപ്പോ KP വത്സലന്റെ മകൻ നിരഞ്ജനെ കൊണ്ട് എന്റെ അച്ഛനെ കൊലപ്പെടുത്തിയത്, അതിന്റെ ഗൂഢാലോചന നടത്തിയത് CH റഷീദാണ്, റഷീദിന്റെ ഗുണ്ടകളാണ് ഈ കൊലപാതകം നടത്തിയെന്ന് നിരഞ്ജനെ കൊണ്ടൊരു സ്റ്റേറ്റ്മെന്റ് കൊടുപ്പിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളാരും അറിയാത്തൊരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. കഴിഞ്ഞ സെപ്റ്റംബർ 22-ാം തീയതി ചാവക്കാട് നഗരസഭയ്ക്കെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ
ചാവക്കാട് വസന്തം കോർണറിൽ ഒരു പൊതുയോഗം വെച്ചിരുന്നു. ആ പൊതുയോഗത്തിൽ പ്രസംഗമധ്യേ KP വത്സലന്റെ കൊലപാതകത്തെക്കുറിച്ച് അന്ന് ചെറിയ ഒരു രീതിയിൽ ഞങ്ങളൊരു പരാമർശം നടത്തിയിരുന്നു. ആ പരാമർശം നടത്തിയതിനു ശേഷം KP വത്സലന്റെ മകൻ നിരഞ്ജൻ എന്നെ വിളിച്ചു. ഗോപേട്ടൻ എവിടുന്നാണ് ഈ വിവരങ്ങൾ കിട്ടിയതെന്ന്. ഞാൻ പറഞ്ഞു, കിട്ടാനുള്ള സോഴ്സ് ഉണ്ടായി, അതുകൊണ്ട് കിട്ടിയതാണ്. എന്നാൽ ഗോപേട്ടൻ അവിടെ പ്രസംഗിച്ചത് അക്ഷരം പ്രതി ശരിയാണ്, ഞാൻ പിന്നീട് ബന്ധപ്പെടാം എന്നാണ് വത്സലന്റെ മകൻ നിരഞ്ജൻ അന്ന് എന്നോട് സൂചിപ്പിച്ചത്. ചാവക്കാട് നഗരസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിരഞ്ജൻ വീണ്ടും ബന്ധപ്പെട്ടു, എന്നെ സഹായിക്കണം, എന്റെ അച്ഛന്റെ പാർട്ടി എന്നെ ചതിച്ചു, അതുകൊണ്ട് എന്നെ സഹായിക്കാൻ കഴിയുമെന്ന് ചോദിച്ചു. ഞാൻ ആകെ നിശബ്ദനായി കേട്ടുനിന്നു നിരഞ്ജന്റെ ആ വാക്കുകൾ. പിന്നീട് നിരഞ്ജൻ വീണ്ടും സമീപിച്ചു. എന്നെ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയുമോ? സഹായിച്ചാൽ നന്നായി. ഞാൻ എന്ത് നിലപാട് വേണമെങ്കിലും എടുക്കാൻ തയ്യാറാണ്. എനിക്ക് എന്റെ അച്ഛന്റെ പാർട്ടിയോട് മധുരമായി പ്രതികാരം വീട്ടണം, അതുകൊണ്ട് ഞാൻ എന്ത് നിലപാടെടുക്കാനും തയ്യാറാണ്. എന്റെ അച്ഛനെ കൊന്ന കൊലയാളികളെക്കാൾ വലിയ ക്രൂരതയാണ് എന്റെ അച്ഛന്റെ പാർട്ടി എന്നോട് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് ആ പാർട്ടിയോട് മധുരമായി പ്രതികാരം വീട്ടണമെന്നാണ് നിരഞ്ജൻ ആവർത്തിച്ച് പറഞ്ഞത്. ഞാൻ നിരഞ്ജനോട് പറഞ്ഞു, എനിക്കിതിൽ ഒറ്റയ്ക്കൊരു തീരുമാനം പറയാൻ കഴിയില്ല. ഇതെന്റെ പാർട്ടിയോട്, എന്റെ മുന്നണിയോട്, അതിന്റെ നേതൃത്വത്തോട് സംസാരിച്ചതിന് ശേഷമേ ഇതിലൊരു നിലപാട് വ്യക്തമാക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. പിന്നീട് വന്ന നിരഞ്ജൻ വീണ്ടും മനസാക്ഷിയെ പോലും ഉലക്കുന്ന രീതിയിലുള്ള വാക്കുകളാണ് നിരഞ്ജന്റെ നാക്കിൽ നിന്ന് വന്നത്. 75 ലക്ഷം രൂപ KP വത്സലന്റെ കൊലപാതകത്തിന് ശേഷം CPM പിരിച്ചെടുത്തു. 35 ലക്ഷം രൂപയാണ് KP വത്സലന്റെ കുടുംബത്തിന് കൊടുത്തത്. 40 ലക്ഷം രൂപ അടിച്ചു മാറ്റിയവരാണ്, തട്ടിയെടുത്തവരാണ് ഇന്ന് നിരഞ്ജനെ ഉയർത്തിക്കാണിച്ച് UDF-നെതിരെ പ്രചാരണം നടത്തുന്നത്. ഇത് തുറന്നു പറയാൻ നിരഞ്ജൻ തയ്യാറായി ഞങ്ങൾക്ക് മുമ്പാകെ വന്നതാണ്. നോമിനേഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ UDF-ന്റെ നേതാക്കളുമായി കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിൽ, ബഹുമാനനായ UDF-ന്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിൽ വന്ന് PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് സഹായം അഭ്യർത്ഥിച്ച മകനാണ് KP വത്സലന്റെ മകൻ നിരഞ്ജൻ. ഈ വിവരം പുറത്തു വന്നപ്പോ, വരാനിരിക്കുന്ന അപകടം മനസ്സിലാക്കിയപ്പോ നിരഞ്ജന്റെ വീട്ടിലേക്ക് പിന്നെ ചെയർമാന്റെയും MLA-യുടെയും കാറുകൾ നിരന്തരം വരികയാണ്. 1-2 തവണ നിരഞ്ജൻ മാറി നിന്നു. പിന്നീട് നിരഞ്ജൻ അവര് കൈയോടെ പിടിച്ചു. നിരഞ്ജൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെയില്ല. എന്റെ അച്ഛനെ ചതിച്ച പാർട്ടിയാണ് നിങ്ങൾ, എന്നെ ചതിച്ച പാർട്ടിയാണ് നിങ്ങൾ, അതുകൊണ്ട് നിങ്ങളുടെ കൂടെ ഞാനില്ല എന്ന് പറഞ്ഞു. നിരഞ്ജൻ ഈ തീരുമാനമെടുക്കാൻ കാരണം നിരഞ്ജന് കൊടുത്ത കുടുംബസഹായ ഫണ്ട്, KP വത്സലന്റെ കുടുംബസഹായ ഫണ്ട് മണത്തല സർവീസ് സഹകരണ ബാങ്കിലാണ് നിക്ഷേപിച്ചിരുന്നത്. ആ ബാങ്കിൽ അതിന്റെ പലിശ എത്രയാണ്? അതിന്റെ പലിശ പോലും എടുക്കാൻ നിരഞ്ജന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, നിരഞ്ജന്റെ കുടുംബജീവിതത്തിന് വേണ്ടി ഒരു നയാ പൈസ പോലും കൊടുക്കാൻ CPM തയ്യാറായില്ല. CPM-ന്റെ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദറുമായി കലഹിച്ച് ഞാൻ പത്രസമ്മേളനം നടത്തുമെന്ന് പറഞ്ഞപ്പോഴാണ് CPM അതിൽ നിലപാട് മാറ്റാൻ തയ്യാറായത്. അങ്ങനെ CPM നിരഞ്ജനെ സ്വാധീനിച്ചുകൊണ്ട് മണത്തല സർവീസ് സഹകരണ ബാങ്കിൽ കിടന്ന പണം 60 ലക്ഷത്തോളം രൂപ, ആ പണം ഫാം ഫെഡിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു. അധികം കാലതാമസമില്ലാതെ ഫാം ഫെഡ് തകർന്നു. CPM-ന്റെ നേതാക്കളുടെ പണം, നിരഞ്ജന്റെ KP വത്സലന്റെ രക്തസാക്ഷി ഫണ്ട് മാത്രമല്ല, ഇവിടെ മുൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ സതീരത്നത്തിന്റെ നാഷണൽ ഹൈവേയിലേക്ക് സ്ഥലം കൊടുത്തതിന്റെ പേരിൽ കിട്ടിയ 50 ലക്ഷം രൂപയും ഫാം ഫെഡിൽ നിക്ഷേപിച്ചു. ഗുരുവായൂരിലെയും ചാവക്കാട്ടെയും മറ്റ് CPM-ന്റെ പ്രമുഖരുടെ പണം മുഴുവൻ ഈ ഫാം ഫെഡിലാണ്. ഫാം ഫെഡിന്റെ MD പിണറായി വിജയനുമായി വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയാണ്.
അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ പല ഭാഗത്തും CPM-ന്റെ സാമ്പത്തിക ശേഷിയുള്ള ആളുകളുടെ വലിയ നിക്ഷേപം ഈ ഫാം ഫെഡിലുണ്ട്. അങ്ങനെ KV അബ്ദുൽ ഖാദറിന്റെ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പണം ഫാം ഫെഡിൽ നിക്ഷേപിച്ചത്. ആ പണമാണ് ഫാം ഫെഡ് തകർന്നപ്പോൾ ഈ പയ്യന്, ഈ നിരഞ്ജന് നഷ്ടപ്പെട്ടത്. ആ പണം തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോഴാണ് നിരഞ്ജനും CPM-ഉം തമ്മിൽ അകന്നത്. അവിടെയാണ് നിരഞ്ജൻ UDF-നെ, കോൺഗ്രസിനെ, മുസ്ലിം ലീഗിനെ സമീപിച്ചത്, എന്നെ സഹായിക്കാൻ കഴിയുമെന്ന് പറഞ്ഞത്. ഇവിടെയാണ് 75 ലക്ഷം രൂപ പിരിച്ചുണ്ടാക്കിയിട്ട് ഈ പറഞ്ഞ 35 ലക്ഷം രൂപയാണ് മണത്തല സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചത്. ഈ കഴിഞ്ഞ 18-20 കൊല്ലത്തെ ആ നിക്ഷേപത്തിന്റെ പലിശയായിട്ടാണ് ബാക്കിയുള്ള ഈ 55-60 ലക്ഷം വരുന്നത്. ആ 60 ലക്ഷം രൂപയാണ് ഈ പയ്യന് നഷ്ടപ്പെട്ടത്. ആ പണം തിരികെ പിടിക്കാൻ വേണ്ടിയാണ് CPM-നോട് സഹായം അഭ്യർത്ഥിച്ചപ്പോൾ CPM സഹായിക്കില്ല എന്ന് പറഞ്ഞ് നിരാശനായപ്പോഴാണ് നിരഞ്ജൻ UDF-നെ സഹായിച്ചത്. UDF നിരഞ്ജനെ സഹായിക്കാൻ തയ്യാറായപ്പോഴാണ് നിരഞ്ജനെ സ്വാധീനിച്ചുകൊണ്ട് ഇപ്പൊ വീണ്ടും CPM-ന്റെ പാളയത്തിലേക്ക് കൊണ്ടുപോയി CH റഷീദിനെതിരെ ഈ വ്യാജ കുപ്രചരണം നടത്തുന്നത്. നിങ്ങളിത് മനസ്സിലാക്കണം. അവിടെ ഒരു ഉപാധി വെച്ചിരിക്കുകയാണ്. നിരഞ്ജന് KP വത്സലന്റെ കുടുംബ സ്വത്ത് നിരഞ്ജന്റെ പേരിൽ തീരെഴുതി കൊടുക്കാം. മുഖ്യമന്ത്രി അടുത്ത ഭരണം CPM-ന് കിട്ടിയാൽ ഏതെങ്കിലും മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ നിരഞ്ജനെ ഉൾപ്പെടുത്താം. ഈ 2 വാഗ്ദാനങ്ങളാണ് നിരഞ്ജന് CPM നൽകിയുള്ളത്. നിരഞ്ജൻ ഈ വിവരം എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നീ ചതിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. അടുത്ത തവണ പിണറായി വിജയൻ കേരളം ഭരിക്കില്ല. പിന്നെ ഏത് മന്ത്രിയുടെ സ്റ്റാഫിലാണ് ഇവര് നിന്ന് കൊണ്ടുചെന്നെത്തിക്കാൻ പോണത്? ഇത് ചതിയാണ്. നീ ഒരു ചതിയിൽ നിന്ന് മറ്റൊരു ചതിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ CPM നേതൃത്വത്തിന്റെ വാക്കുകൾ നീ വിശ്വസിക്കണ്ട എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കുടുംബസ്വത്ത് KP വത്സന്റെ മകൻ നിരഞ്ജന് കൊടുക്കാമെന്നാണ് ഇപ്പോ CPM ഒരു തീരുമാനം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതെങ്ങനെ ആ തീരുമാനം ഉണ്ടാവുമെന്ന് നമുക്ക് ഈ നമ്മുടെ തിരുവത്ര സമൂഹം, നമ്മൾ ഈ നാട്ടുകാര്, നമുക്കത് കാത്തിരുന്ന് കാണാം. ആ കുടുംബസ്വത്ത് നിരഞ്ജന് കിട്ടുമോ എന്നുള്ളത്. ഞാനിത് സൂചിപ്പിച്ചത് ആടിനെ പട്ടിയാക്കുന്ന, ഇരുട്ടിനെ പകലാക്കുന്ന, പകലിനെ ഇരുട്ടാക്കുന്ന ഈ CPM-ന്റെ ഈ കള്ളപ്രചരണം 20 വർഷം പിന്നിട്ടപ്പോ KP വത്സലന്റെ കൊലപാതകത്തിൽ CH റഷീദിന് പങ്കുണ്ടെന്ന് പറയുന്ന ഈ CPM-ന്റെ കപടമുഖം മനസ്സിലാക്കാൻ നമ്മൾ വോട്ടർമാർ മുന്നോട്ട് വരണം. KP വത്സലന്റെ കൊലപാതക കേസ്, KP വത്സൽ ഇപ്പോ ചെയർമാൻ, ചാവക്കാട് മുനിസിപ്പൽ ചെയർമാൻ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോ NK അക്ബർ നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോ KP വത്സലന്റെ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് ഇവരൊക്കെ നോമിനേഷൻ കൊടുക്കുന്നത്, അതല്ലെങ്കിൽ പുതിയ പദവികൾ ഏറ്റെടുക്കുന്നത്. അല്പമെങ്കിലും മനസാക്ഷി നിങ്ങൾക്കുണ്ടെങ്കിൽ KP വത്സലന്റെ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ അപ്പീൽ പോവാൻ നിങ്ങൾ തയ്യാറായോ? നിങ്ങളുടേതല്ലേ പ്രോസിക്യൂഷൻ, നിങ്ങളല്ലേ കേരളം ഭരിക്കുന്നത്. ആ കൊലപാതക കേസ് പ്രതികളെ വെറുതെ വിട്ടു, നിങ്ങൾ അപ്പീൽ പോയോ? അപ്പൊ KP വത്സലിനോട് അല്പമെങ്കിലും കൂറും, KP വത്സലിന്റെ മകനോട് അല്പമെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യണ്ടേ? ഈ നിമിഷം വരെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോവാൻ തയ്യാറായിട്ടില്ല. വത്സലന്റെ കൊലപാതകം നടന്നു കഴിഞ്ഞപ്പോൾ UDF അന്ന് ആ കൊലപാതകത്തെ തള്ളിപ്പറഞ്ഞവരാണ്. ആ കൊലപാതകത്തിലെ പ്രതികളെ സഹായിക്കാൻ UDF ഒരിക്കലും മുന്നോട്ട് വന്നിട്ടില്ല. ആ കൊലപാതക കേസിലെ ഒരു പ്രതിയെ നിങ്ങൾ കൊലപ്പെടുത്തി, എന്നിട്ടും അതിനെതിരെ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും രാഷ്ട്രീയപരമായി അതിനെ നേരിടാനും UDF തയ്യാറായിട്ടില്ല. വത്സലന്റെ കൊലപാതകത്തിൽ അന്നും അപലപിക്കുന്നു, ഇന്നും അപലപിക്കുന്നു. വത്സലന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അവിടെ UDF-ന് യാതൊരു ബന്ധവുമില്ല. CH റഷീദിന് ആ കൊലപാതകത്തെക്കുറിച്ച് യാതൊരു ബന്ധവുമില്ല. ആ CH റഷീദിനെ ഈ കൊലപാതകത്തിന്റെ പേരിൽ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാൽ, അപവാദം പറഞ്ഞു നടത്താൻ ശ്രമിച്ചാൽ അതിനെതിരെ ജനാധിപത്യ വിശ്വാസികൾ ഐക്യജനാധിപത്യ നേതൃത്വത്തിൽ ശക്തമായി അതിനെ നേരിടും. ആ നേരിടുന്നതിന്റെ നേർക്കാഴ്ച മെയ് 4-ാം തീയതി വോട്ടെണ്ണിയാൽ ഈ ഗുരുവായൂരിന്റെ ജനാധിപത്യ സമൂഹത്തിന് മനസ്സിലാകും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. KP വത്സലന്റെ കൊലപാതകം കഴിഞ്ഞപ്പോൾ 72 അക്രമങ്ങളാണ് ഈ CPM ഈ നാട്ടിൽ നടത്തിയത്.
ഇവിടുത്തെ അക്രമകാരികൾ UDF അല്ല, CPM ആണ്. ഈ തൊട്ട് മുന്നിൽ ഇരിക്കുന്ന മുഹമ്മദിനിക്കാരുടെ മകൻ ഫൈസൽ നടത്തിയിരുന്ന അന്നത്തെ വീഡിയോ കേസറ്റ് കട തീ വെച്ച് നശിപ്പിച്ചവരാണ് CPM. തിരുവത്ര പുതിയറയിൽ മുസ്ലിം ലീഗിന്റെ നേതാവ് MM സിദ്ദിയുടെ കട തീ വെച്ച് നശിപ്പിച്ചവരാണ്. എടക്കയ്യൂർ, അകലാട്, മന്നലംകുന്ന് മേഖലകളിലെ എത്ര വീടുകൾ നിങ്ങൾ കൊള്ളയടിച്ചു, എത്ര സ്ഥാപനങ്ങൾ നിങ്ങൾ തകർത്തു. 72 ക്രിമിനൽ കേസുകൾ, അതിൽ പല കേസുകളും ഇന്നും നിലനിൽക്കുകയാണ്. ഇത്ര വലിയ അക്രമം ഈ നാട് കണ്ടിട്ടില്ല. ഈ ഗുരുവായൂർ, ഈ ചാവക്കാട് പ്രദേശം ഇത്ര വലിയ അക്രമം കണ്ടിട്ടില്ല. ഒരു കൊലപാതകത്തിന്റെ മറവിൽ 72 അക്രമങ്ങൾ നടത്തി 72 FIR ചാവക്കാട് പോലീസും വടക്കേക്കാട് പോലീസും ഇട്ടൊരു അനുഭവം ഈ നാടിന്റെ ഇന്നോളം വരെയുള്ള രാഷ്ട്രീയ ചരിത്രത്തിലില്ല. എന്നിട്ടാണ് ഇവർ അക്രമത്തെ മറപിടിച്ചുകൊണ്ട് ഞങ്ങളെ UDF-നെ കരിവേഴ്ത്താക്കാൻ വേണ്ടി ഈ CPM മുന്നോട്ട് വന്നിട്ടുള്ളത്. പരാജയ ഭീതി മൂലമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ CH റഷീദ് ജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ പരാജയ ഭീതി മുൻകൂട്ടി കണ്ടപ്പോഴാണ് UDF-നെതിരെ, CH റഷീദിനെതിരെ ഇത്തരത്തിലുള്ള കള്ളപ്രചരണവും നടത്തി ഈ LDF മുന്നോട്ട് പോകുന്നത്. ഇത് ജനാധിപത്യ വിശ്വാസികൾ തിരിച്ചറിയണം എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. ഈ ഭരണത്തെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. പിണറായി വിജയന്റെ ഭരണം ഒരു കുടുംബത്തിന് വേണ്ടിയുള്ള മാത്രം ഭരണമായി മാറിയിരിക്കുകയാണ്. കേരളത്തിന്റെ പൊതു ഫണ്ട് ശേഖരിക്കാനെന്ന് പറഞ്ഞ് എത്ര വിദേശയാത്രകളാണ് പിണറായി വിജയനും കുടുംബവും നടത്തിയിട്ടുള്ളത്. സാധാരണ വിദേശയാത്ര നടത്തും, മന്ത്രിമാർ നടത്തും, മുഖ്യമന്ത്രിമാർ നടത്തും, അവരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളും അതുമായി ബന്ധപ്പെട്ട സെക്രട്ടറിമാരും ഉണ്ടാവും. ഇത് ഭാര്യയെയും മക്കളെയും പേരക്കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വിദേശയാത്ര നടത്തിയ ഒരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ അത് കേരളത്തിൽ പിണറായി വിജയൻ മാത്രമല്ലോ. ED ചോദ്യം ചെയ്ത മുഖ്യമന്ത്രിമാരുടെ മക്കളുണ്ടെങ്കിൽ അത് പിണറായി വിജയന്റെ മക്കളെയാണ്. പിണറായി വിജയന്റെ മകനെയും മകളെയും ED ചോദ്യം ചെയ്തു. അറസ്റ്റ് ചെയ്യുമെന്നായപ്പോഴാണ് CPM-ഉം BJP-യും തമ്മിലുള്ള അന്തർധാര. എന്നിട്ട് പറയാ അത് UDF ആണെന്ന് പറയാ. കേരളത്തിലുടനീളം CPM-ഉം BJP-യും തമ്മിലുള്ള രാഷ്ട്രീയ അന്തർധാര നടക്കുകയാണ്. കേരളത്തിന്റെ ആരോഗ്യ മേഖല തകർന്നു, കേരളത്തിന്റെ സഹകരണ മേഖല കൊള്ളയടിച്ച് തകർത്തു, കേരളത്തിന്റെ വ്യാവസായിക മേഖല മരുമകനെ വെച്ച് കൊള്ളയടിച്ച് തകർത്തു. ഈ കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്ന പാർട്ടി, കേരളത്തിലെ നല്ല ഈ രാജ്യത്തെ ഏറ്റവും വലിയ സമ്പന്ന പാർട്ടിയായി CPM മാറിയിരിക്കുകയാണ്. എങ്ങനെയാണ് മാറിയിരിക്കുന്നത്? ഈ തുടർച്ചയായ 10 വർഷത്തെ ഭരണം ഉപയോഗിച്ചുകൊണ്ട് ഈ നാടിനെ മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ട് CPM എന്ന പ്രസ്ഥാനം ഏറ്റവും വലിയ സമ്പന്നമായ ഒരു പാർട്ടിയായി മാറിയിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾക്ക് 20 ഇരട്ടി വിലയാണ്. 2016 ഉമ്മൻചാണ്ടി അധികാരത്തിൽ നിന്ന് മാറുമ്പോൾ ഉണ്ടായിരുന്ന നിത്യോപയോഗ സാധനങ്ങൾക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള നിത്യോപയോഗ സാധനങ്ങൾക്ക് 20 ഇരട്ടിയിലധികം വിലയാണെന്ന് കേരളത്തിലുള്ളത്. പവർ കട്ട് ഇല്ല എന്ന് പറയുന്ന ഇവർ പവർ കട്ട് എങ്ങനെയാണ് ഇല്ലാതായതെന്നും കൂടി മനസ്സിലാക്കണം. കൂടംകുളം വൈദ്യുതി പദ്ധതി വന്നപ്പോഴാണ് കേരളത്തിൽ പവർ കട്ട് ഇല്ലാതായത്. ആ കൂടകുളം പദ്ധതിക്കെതിരെ സമരം ചെയ്ത പാർട്ടിയാണ് CPM. ആ സമരത്തിൽ പോയി പങ്കെടുത്ത് പ്രസംഗിച്ചയാളാണ് VS അച്യുതാനന്ദൻ. 10 തവണയാണ് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ അന്നത്തെ വൈദ്യുതി ചാർജും ഇന്നത്തെ വൈദ്യുതി ചാർജും കൂടി പരിശോധിക്കണം. 10 ഇരട്ടിയാണ് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഭൂനികുതി വർദ്ധിപ്പിച്ചു, കെട്ടിട നികുതി വർദ്ധിപ്പിച്ചു, പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ചു. എല്ലാ തലത്തിലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന, ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന സാധാരണക്കാരനെ അങ്ങേയറ്റം ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഗവൺമെന്റായി പിണറായി വിജയൻ മാറിയിരിക്കുകയാണ്. അതിനിടയിലാണ് ക്ഷേത്രങ്ങളെപ്പോലും കൊള്ളയടിക്കുന്ന ഒരു കൊള്ള സംഘമായി ഈ ഗവൺമെന്റ് മാറിയിരിക്കുന്നത്. ഞാൻ കൂടുതൽ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ഈ LDF-ന്റെ, ഇടതുപക്ഷത്തിന്റെ, CPM-ന്റെ ഈ കള്ളപ്രചരണത്തെ തിരിച്ചറിയാൻ നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് വരണം. ഐക്യജനാധിപത്യ സ്ഥാനാർത്ഥി CH റഷീദിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി വീടുവിടാന്തരം കയറിയിറങ്ങി ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, ഈ കള്ളപ്രചരണത്തിനെതിരെ CH റഷീദ് വിജയിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ നമുക്ക് കഴിയണം. അതിനായിരിക്കണം ഇനി മുതലുള്ള നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ.
വിശ്രമമില്ലാതെ വോട്ടർമാരോട് നിരന്തരം ബന്ധപ്പെട്ട് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്വം പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഉജ്ജ്വലമായ വിജയം കൈവരിക്കാൻ നമുക്ക് കഴിയണം. നമുക്കത് കഴിയും. നമ്മൾ ഉജ്ജ്വലമായ വിജയം നേടുമെന്ന് കണ്ടപ്പോഴാണ് CPM-ന് വിറളി പിടിച്ചിരിക്കുന്നത്. പലതരത്തിലുള്ള രാഷ്ട്രീയ പോരാട്ട നാടകങ്ങളുമായി CPM മുന്നോട്ട് വരും. അതിലൊന്നും വീണുകൊടുക്കാൻ നമ്മൾ തയ്യാറാവരുത്. ആത്മാർത്ഥതയുള്ള, കരുത്തുള്ള, തന്റേടമുള്ള ഈ തീരപ്രദേശത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഐക്യജനാധിപത്യ മുന്നണിയുടെ കരുത്തരായ പ്രവർത്തകർക്ക് മുന്നിൽ ഇടതുപക്ഷത്തിന്റെ ഏത് കള്ളപ്രചരണവും തകർന്ന് തരിപ്പണമാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കൺവെൻഷനിൽ പങ്കെടുത്ത മുഴുവൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് CH റഷീദിന്റെ ഉജ്ജ്വലമായ വിജയത്തിനു വേണ്ടി നിങ്ങളെല്ലാവരും പ്രവർത്തിക്കണമെന്ന് വീണ്ടും ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് UDF.